എടാ അത് എടാ മയിലെ ഞാൻ കാര്യം അതിലെ ചുമ്മാ കുണ്ണവർത്താനം പറയില്ല ഞാൻ കാര്യം അത് ഞാൻ നിന്നോട് പറഞ്ഞു ഇത്രേ ഉള്ളൂ. ആ പറ പറ. നിനക്ക് സ്റ്റോറി അടാ എന്നാ പിന്നെ ഞാൻ ഇട്ടെ നിനക്ക് ജോലി ചെയ്തെങ്കിൽ നിനക്ക് ഞാൻ പൈസ തരണം. സ്റ്റോറി ഇടേണ്ട കാര്യമില്ലല്ലോ മുത്തേ. സ്റ്റോറി ഇടുന്ന എന്തിനാ നാലാറിഞ്ഞ് നിനക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റോറി ഇട്ടത്. മനസ്സിലായോ? നീ ഇവന്റെ വർക്ക് എടുത്തു എന്നിട്ട് ഇവനോട് നീ പൈസ വേണമെന്ന് പറഞ്ഞാൽ സ്റ്റോറി വേണം ഒന്നും പറഞ്ഞില്ല. അവൻ സ്റ്റോറി ഇട്ടു. അപ്പൊ പിന്നെ എടാ അത് കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞാണ്ടാണ് ഇവൻ വന്ന് പൈസ ചോദിക്കുന്നത് എന്റെ അടുത്ത്. മനസ്സിലായോ? മുത്തേ ഞാൻ എടാ തൊപ്പി ഞാൻ കഴിയട്ടെ എന്ന് ഞാൻ സ്റ്റോറി വേണ്ടായിരുന്നു. അവൻ കണ്ടു കൊടുത്തു നിന്ന് നീ സ്റ്റോറി ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ എന്നോട് മെൻഷൻ ചെയ്യണം കേട്ടോ. നീ തന്നെ ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ എനിക്ക് അയച്ചു തന്നെ. മനസ്സിലായോ? അവിടെ സ്റ്റോറി ഇട്ട് ഞാനൊരു മറ്റേ പ്രൊമോഷൻ രീതിയിൽ ഒരു സ്റ്റോറി ഇട്ട് പിന്നെ ഞാൻ എന്തിനാ നിനക്ക് പൈസ തരണം ഇട്ട് കൊടുത്ത. മനസ്സിലായോ? എടാ മയിലെ ഞാൻ കാര്യം അതിലെ ചുമ്മാ കുണ്ണവർത്താനം പറയില്ല ഞാൻ കാര്യം അത് ഞാൻ നിന്നോട് പറഞ്ഞത് അത് വേരിഫൈഡ് ആക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അല്ലാണ്ട് നീ മൂഞ്ചിയ വർത്താനം എന്ന് പറയില്ല. യൂട്യൂബിന്റെ പൈസ കിട്ടിയെന്നുള്ളത് വേരിഫൈഡ് ആക്കുന്ന ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ വേരിഫൈഡ് ആക്കുന്ന 5000 രൂപ ഞാൻ പറഞ്ഞ എടാ മാസം അവസാനമാണ് എന്റെ പൈസ ഇല്ല യൂട്യൂബിന്റെ പൈസ വന്നാലേ ഇതാകത്തുള്ളൂ ഞാൻ പറഞ്ഞു. എന്നിട്ട് നീ 5 മാസം 6 മാസം കഴിഞ്ഞപ്പോൾ വന്ന് ഞാൻ മറ്റേ വേരിഫൈഡ് ആക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ എന്നോട് റിപ്ലൈ തിരിച്ച് ഇങ്ങോട്ട് കഴിച്ചു എനിക്ക് 2ന്റെ കൂടെ പൈസ തരുമോ നീ എന്നോട് ചോദിച്ചു. ഓർമ്മയുണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞു എടാ അന്നത്തെ ഇതൊക്കെ ഞാൻ അന്ന് തീർത്ത് സ്റ്റോറി ഇട്ട് വിട്ടതല്ലേ എന്ന് പറഞ്ഞു. ഓർമ്മ